ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. എനിക്ക് ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകൾ കീമോ കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു. അതിലൊരു ബുദ്ധിമുട്ട് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് വയറ്റിന്ന് പോവാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കീമോ ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. അത് പക്ഷേ എനിക്ക് ഇപ്പോഴും ശരിയായിട്ട് മാറിയിട്ടില്ല. ആ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിതപ്പും ശ്വാസം മുട്ടലുമാണ്. എനിക്ക് ഈ കീമോ ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റിലത്തെ 4 കീമോയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നത്തെ 4 കീമോയിലാണ് ഈ ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ കൂടെ വേറെ രണ്ട് ഇഞ്ചക്ഷനും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ട്രാൻസ്സുമാബ്, ഒന്ന് പ്രജീറ്റ എന്ന് പറയുന്ന പേർട്ട് സുമാബ് എന്ന് പറയുന്ന വേറെ ഇഞ്ചക്ഷനും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാൻസ്സുമാബിന് നമ്മുടെ ഹാർട്ടിനെ ഹാർട്ടിനെ ബാധിക്കാൻ ടെൻഡൻസി ഉള്ള മെഡിസിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്കോ ഒക്കെ എടുത്തിട്ടാണ് കറക്റ്റായിട്ട് ഹാർട്ടിൻ്റെ ചെക്കപ്പൊക്കെ ചെയ്ത ശേഷമാണ് അവർ ഇഞ്ചക്ഷൻ നമുക്ക് ഇടുന്നത്. അതുപോലെ പോയിട്ട് സുമാബിനും ചില 1-2 കോൺട്രാ ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവരതെല്ലാം നോക്കി ചെക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് മെഡിസിൻ ഇടുന്നത്. എൻ്റെ ഹാർട്ടിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കീമോയ്ക്ക് ചെല്ലുന്ന സമയത്ത് ECGയും എക്കോയും ഒക്കെ ചെയ്ത ശേഷമാണ് അവർ മെഡിസിൻ നമുക്ക് ഇടുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4 കീമോ കഴിഞ്ഞ സമയത്ത് തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 അടി വെക്കുമ്പോഴത്തേക്ക് എനിക്ക് കിതയ്ക്കും. ഓൾറെഡി ഞാൻ നന്നായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിറോയിഡും കാര്യങ്ങളും പിന്നെ മെഡിസിൻ്റെ എന്തൊക്കെയോ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കണം ഞാൻ നന്നായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 63 കിലോ ഉള്ള ഞാൻ 71 കിലോ ഒറ്റയടിക്ക് ഒരു 3 മാസം കൊണ്ട് 71 കിലോ ആയി. അത് ഫുഡ് കഴിച്ചിട്ട് വന്ന വെയിറ്റ് അല്ല, അത് മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം വന്ന വെയിറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് ഒരു 2-3 അടി അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കിതപ്പും ശ്വാസം മുട്ടുമായിരുന്നു. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയാലും വീൽ ചെയറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് കീമോയുടെ സമയത്ത് ഡോക്ടറിനോട് കീമോയുടെ സമയത്ത് എൻ്റെ ടാർജറ്റ് തെറാപ്പിയുടെ സമയത്ത് ഡോക്ടറോട് ഞാൻ ഈ കംപ്ലയിൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും സ്റ്റെപ്പ് കയറാൻ വയ്യ, ഒട്ടും നടക്കാൻ വയ്യ, എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ നടത്തിച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ശ്വാസം മുട്ട് തോന്നില്ലെങ്കിൽ കൂടി എനിക്ക് സാറിൻ്റെ പൾസ് റേറ്റൊക്കെ നോക്കിയപ്പോൾ പൾസ് റേറ്റൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഒരു 130, 136 ആ ഒരു റേറ്റിലേക്കാണ് പൾസ് റേറ്റ്. അപ്പോൾ സാർ ചോദിച്ചാൽ എന്താ അങ്ങനെ വരാനൊരു വഴിയിലുള്ള കാരണം എക്കോയൊക്കെ നോർമലാണ്, ഹാർട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നോർമലാണ്. പിന്നെ നമ്മുടെ ഈ മെഡിസിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ആവാനും വഴിയില്ല, കാരണം കീമോ അപ്പോഴത്തേക്ക് കഴിഞ്ഞിരുന്നു, അങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ സാറ് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അത് കുറഞ്ഞോളും, സാവകാശം കുറഞ്ഞോളും, പിന്നെ താൻ ബോഡി വെയിറ്റ് കൂടിയിട്ടുണ്ട്, അപ്പോൾ വെയിറ്റ് കൂടിയതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ആ മറുപടിയിൽ നിന്ന് തൃപ്തിയായില്ല. ഞാൻ എന്തായിരിക്കും ശ്വാസം മുട്ട്, എൻ്റെ പേടി ദൈവമേ ഇനിയിപ്പോൾ എക്കോയിൽ എൻ്റെ ഹാർട്ടിൻ്റെ ഇതൊന്നും കാണായിട്ടാണോ, ഇനി ഹാർട്ടിന് വല്ല കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ശ്വാസം മുട്ട് വരുന്നത്, ദൈവമേ എൻ്റെ ഹാർട്ട് അടിച്ചു പോയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയുന്നതിനെന്താ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു വേറൊരു ടെസ്റ്റ് എഴുതി എനിക്ക്. അത് ഒരു സ്കാനിങ് ഒരു ടെസ്റ്റാണ്. ഇനി കൂടുതലായിട്ടും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ ശ്വാസം മുട്ട് കുഞ്ഞി ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ ആ ടെസ്റ്റും കൂടെ നോക്കിയിട്ട് ലിവറിൻ്റെ ടെസ്റ്റാണത്. അത് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റാണ്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, സ്റ്റിറോയിഡ് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവഭാഗ്യത്തിന് എനിക്ക് ആ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. 2-3 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഏകദേശം കുറഞ്ഞു തുടങ്ങി. ശ്വാസം മുട്ട് അങ്ങനെ, പിന്നെ ശ്വാസം മുട്ടായിട്ടുള്ളത് കുറഞ്ഞു, കുറച്ച് നടക്കുമ്പോഴുള്ള ശ്വാസം മുട്ടൊക്കെ കുറഞ്ഞു, പിന്നെ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ശ്വാസം മുട്ടൊക്കെ കുറഞ്ഞു. ഇപ്പം ഞാൻ കുറേയൊക്കെ ഓക്കെയാണ്. എന്നാലും എനിക്ക് പണ്ടത്തെ പോലെ അധികം നടക്കാൻ സാധിക്കില്ല. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും ഒരു കിതപ്പ് പോലെയൊക്കെ വരും. അത് നമ്മുടെ ഈ കീമോയിലോ അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്ന ഏതെങ്കിലും മെഡിസിൻ്റെയോ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നതായിരിക്കാം. സാവകാശം അത് കുറയുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം അത് പണ്ടത്തെക്കാട്ടും ഒത്തിരി കുറഞ്ഞു. ഒരു 2 മാസം മുന്നേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു അടി പോലും നടക്കാൻ പറ്റില്ലായിരുന്നു. ഇച്ചിരി നടക്കുമ്പോഴത്തേക്ക് എനിക്ക് കിതപ്പും ശ്വാസം മുട്ടും വരികയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം ഇച്ചിരി കുറച്ചൊക്കെ നടക്കാം, കുറച്ചൊക്കെ ഓടാം,
ഒക്കെ ചെയ്യാം. പക്ഷേ ഒത്തിരി നടക്കാൻ വയ്യ. ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ വണ്ടി ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നാണ് വരാറ്. കുറച്ച് നടക്കാനുണ്ട് വീട്ടിലേക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ നടന്നുകൂടാ. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണവും കുഴച്ചിലും വരും. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കോമണായ കാര്യമാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു കോമണായ കാര്യമാണ്. കുറേ പേർക്കും കാണുന്നുണ്ട്. പിന്നെ ഹെവിയായ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. അവർക്കൊക്കെ ചിലപ്പം അത് കുറേ മാറിയിട്ടുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ എക്സസൈസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അല്ലാതെയുള്ള എക്സസൈസൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ രാവിലെ നടക്കാൻ പോവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. ഇനി അങ്ങോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം മടിയാണ്. രാവിലെ എണീറ്റ് നടക്കാനൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ബോഡി പെയിനാണ്. ഇന്നലെ ആരോ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോഡി പെയിൻ ഉണ്ടോ എന്നുള്ളത്. അതുണ്ട്, ബോഡി പെയിൻ ഉണ്ട്. ബോഡി പെയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കീമോയുടെ സമയത്ത് എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. ബോഡി പെയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ തല തൊട്ട് കാല് വരെ വേദനയായിരുന്നു. പിന്നെ കീമോ കഴിഞ്ഞോടുകൂടി ആ ബോഡി പെയിൻ അങ്ങ് കുറഞ്ഞു. കീമോയുടെ സമയത്ത് നമുക്ക് കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ വെക്കും. ആ കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തേക്ക് ഭയങ്കര ബോഡി പെയിനാണ്. ശരിക്കും ഒരു പനി വന്നാലത്തെ അവസ്ഥ. ശരീരം മുഴുവൻ വേദന, ക്ഷീണം, എന്താ പറയുക, ഒരു പനിക്കുന്നത് പോലെയൊക്കെയായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. പലരുടെ കമൻറ്റിൽ ഞാനത് കണ്ടു. കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കീമോ കഴിഞ്ഞ് വന്ന് നമ്മൾ പിറ്റേന്നാണ് അത് വെക്കുന്നത്. കീമോ കഴിഞ്ഞപ്പോൾ അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ കൗണ്ടിൻ്റെ ഇഞ്ചക്ഷനും കൂടെ വെക്കുമ്പോൾ നമ്മൾ പറ്റ വീക്കാവുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ബോഡി പെയിൻ വരും, പനിക്കുന്നത് പോലെ വരും, ക്ഷീണം വരും. ഒരു 4-5 ദിവസം അതുണ്ടാവും. ചിലപ്പം ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒരു ഇത് കഴിയുന്നതോട് കൂടി അതൊക്കെ അങ്ങ് മാറുകയും ചെയ്യും. പക്ഷേ കീമോ കഴിഞ്ഞിട്ടും എനിക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ബോഡി പെയിൻ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഒന്നുമില്ല. ജോയിൻറ്റ് പെയിനുകളാണ് എനിക്ക്. മുട്ടിൻ്റെ ഭാഗത്തുള്ള ജോയിൻറ്റ്, കാല് നമ്മൾ പാദസരമൊക്കെ ഇടുന്ന ആ ഭാഗത്തുള്ള അവിടുത്തെ ജോയിൻറ്റില്ലേ, അവിടെ പെയിന്. പിന്നെ വിരലുകളുടെ എല്ലാ ജോയിൻറ്റ് പെയിന്, കൈയുടെ ജോയിൻറ്റിന് പെയിന്, കഴുത്തിന് പെയിന്, ഷോൾഡർ പെയിന്, അങ്ങനെ ഏതൊക്കെ ജോയിൻറ്റുകളുണ്ടോ ആ ജോയിൻറ്റുകളിലൊക്കെ പെയിനാണ്. ആദ്യം നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ വാഴേൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ സൺഡേകളിലൊക്കെ ചിലപ്പോൾ സദ്യയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ദിവസം എല്ലാവരും കൂടെ നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട് ഇലയിട്ടിട്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. ഇരുന്നാൽ എനിക്ക് പൊങ്ങാൻ കഴിയില്ല. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം പൊന്തണമെങ്കിൽ. കാരണം ഭയങ്കര പെയിനാണ്. അധികം നേരം ഇരിക്കാനും വയ്യ. ഓൾറെഡി എനിക്ക് ഊരവേദനയൊക്കെ ഉള്ള ആളായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഊരവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അധികം കുനിഞ്ഞിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അസുഖം വന്ന ശേഷം, കീമോ ചെയ്തതിന് ശേഷം അതൊക്കെ കുറച്ച് കൂടി. അത് എൻ്റെ ശരീരം എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ശരീരം നമുക്ക് വഴങ്ങിത്തരാത്തൊരവസ്ഥ. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് മുട്ടിനൊക്കെ പെയിൻ വരിക, ഒത്തിരി കുനിയാൻ പറ്റാതാവുക. പിന്നെ എന്താ പറയുക, അങ്ങനെ പല എനിക്ക് ഈ കിടക്കുമ്പോഴൊക്കെ ഈ ഒരു കഴുത്തിനും ഷോൾഡറിനും ഒക്കെ പെയിനാണ്. ഓൾറെഡി ഈ ഭാഗം നമുക്ക് സർജറി കഴിഞ്ഞ ഭാഗം ആയതുകൊണ്ട് ആ ഭാഗം അങ്ങനെ വെച്ച് കിടക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ഈ ഭാഗം വെച്ചിട്ടാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു എന്തോ മസിൽ സ്പ്രെയിൻ പോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡോക്ടറെ കാണിച്ചിരുന്നു ഞാൻ. ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഈ നമ്മുടെ കൈയുടെ ഓരോ വിരലിൻ്റെ ഓരോ ജോയിൻറ്റുകളിലും പെയിൻ വരാറുണ്ട്. നമുക്ക് അതിനവർ കാൽസ്യം ഗുളിക തരുന്നുണ്ട്. കാൽസ്യം ഗുളിക നമ്മൾ ഡെയിലി കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സർജറിയും കാര്യങ്ങളും പിന്നെ ഈ കീമോയൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ വരുത്തുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയുന്നുണ്ട്. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് കാൽസ്യം ഗുളിക സപ്ലിമെൻറ്റ് നമ്മളോട് ഡെയിലി കഴിക്കാൻ പറയുന്നത്. ഞാൻ രാത്രിയാണ് കഴിക്കാറ്. അത് നമ്മൾ കുറേ കാലം കഴിക്കേണ്ടി വരും. ഓൾമോസ്റ്റ് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. കുറേ കാലം കാൽസ്യം ഗുളിക കഴിച്ചാൽ എന്ത് സൈഡ് എഫക്റ്റ് വരും എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നമ്മളോട് എടുക്കാൻ പറയുന്നൊരു സപ്ലിമെൻ്റാണ്. ഈ വേദനകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം ഗുളിക നമ്മളോട് എടുക്കാൻ പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയും. അപ്പം അതാണ് നമുക്ക് ഈ ജോയിൻറ്റ് പെയിനുകളൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ ആരും പേടിക്കേണ്ട. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ശേഷം, പ്രത്യേകിച്ച് കീമോ ട്രീറ്റ്മെൻറ്റിന് ശേഷം, സർജറിക്കൊക്കെ ശേഷം ശരീരത്തിലുള്ള ജോയിൻറ്റ് പെയിനുകളൊക്കെ സാധാരണയാണ്. അത് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പം കുറേയൊക്കെ കുറയുമായിരിക്കാം. പക്ഷേ
അത് ഒരു ഫിക്സഡ് ആയ പോലുള്ളൊരു സാധനമാണ്. അതൊന്നും അങ്ങനെ മാറാനൊന്നും പോകുന്നില്ല. മാറിയവരുണ്ടാവാൻ എനിക്കറിയില്ല. ഞാൻ കണ്ട ആർക്കും ആ ജോയിൻറ്റ് പെയിൻറ്റുകളും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടില്ല. ചിലർക്ക് കൂടിയ ആൾക്കാരുണ്ട്, കുറഞ്ഞ ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട്. ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. നിലത്തിരുന്ന് എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. കുറേ ടൈം ഇരുന്നാൽ ബുദ്ധിമുട്ട് വരും, വേദനകളൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ സമയം നിന്ന് പണിയെടുത്താലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു അസുഖം വന്ന് ഇത്രയും വലിയൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഒത്തിരി സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇതെല്ലാം കോമൺലി എല്ലാവർക്കും വരുന്നതാണ്. അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പക്ഷേ മാറുമായിരിക്കാം, മാറാത്തവരും ഉണ്ടായിരിക്കാം, സെയിം അവസ്ഥയിൽ പോകുന്നവരും ഉണ്ടായിരിക്കാം. എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് ജോയിൻറ്റ് പെയിനും കാര്യങ്ങളും ശരീരവേദനയും ഒക്കെ ഉണ്ട്. ഞാനതെല്ലാം അതിൻ്റെ വഴിക്ക് വിട്ടേക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു അസുഖം വന്ന് നമ്മൾ റിക്കവർ ആയതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് സഹിക്കുക. ചെറിയ വേദനയല്ലേ, ഇതിലും വലിയ വേദനകളൊക്കെ സഹിച്ചില്ലേ, അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് സഹിക്കുക. അതിനെല്ലാത്തിനും മെഡിസിൻ പെയിൻ കില്ലറും കാര്യങ്ങളും എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പെയിൻ കില്ലറും കാര്യങ്ങളും ഒന്നും എടുക്കാറില്ല. കാൽസ്യം ഗുളിക കഴിക്കാറുണ്ട്. പിന്നെ ഡോക്ടർ തന്നിരിക്കുന്ന ഹോർമോൺ ഗുളിക ലെട്രസോൾ അതും കഴിക്കാറുണ്ട്. അങ്ങനെ പെയിൻ കില്ലറൊന്നും എടുക്കാറില്ല. പിന്നെ വന്നൊരു ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയുടെയും കാലിൻ്റെയും തരിപ്പാണ്. അത് കീമോ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത തരിപ്പാണ്. ആ സമയത്തൊക്കെ ഭയങ്കര തരിപ്പായിരുന്നു. ചോറ് ഉരുട്ടി തിന്നാൻ പോലും പറ്റാത്തൊരു തരിപ്പായിരുന്നു. പിന്നെ പയ്യെ പയ്യെ അത് കുറഞ്ഞു വന്നു. ഇപ്പോൾ ആ സർജറി ഭാഗത്തെ കൈയുടെ തരിപ്പും പൂർണ്ണമായും എനിക്ക് മാറി. പക്ഷേ സർജറി ചെയ്യാത്ത ഇപ്പുറത്തെ ഭാഗത്തെ കൈക്ക് തരിപ്പുണ്ട്. കാരണം ആ കൈ തന്നെയാണല്ലോ നമ്മൾ വീണ്ടും ഇഞ്ചക്ഷൻ വെക്കാനും എല്ലാ ആക്ടിവിറ്റിക്കും ഉപയോഗിക്കുന്നത് ആ കൈ തന്നെയാണല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവിടുത്തെ ഞരമ്പുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടാകും. കാരണം ഫുള്ളി ഇഞ്ചക്ഷനും എനിക്ക് ഒരൊറ്റ കൈക്കാണ് പോകുന്നത്. ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവാം, എന്താണെന്നറിയില്ല. കീമോയ്ക്ക് വരുന്ന സൈഡ് എഫക്റ്റാണ് കൈക്കും കാലിനൊക്കെ ഉള്ള തരിപ്പ്. കാലിൻ്റെ തരിപ്പൊക്കെ എനിക്ക് മാറി. ഇപ്പോൾ കൈക്ക് ചെറിയൊരു തരിപ്പുണ്ട്. അതും സർജറി ചെയ്യാത്ത അപ്പുറത്തെ ഭാഗത്തെ കൈക്ക് ഒരു ചെറിയ തരിപ്പ്. ഇടയ്ക്ക് ചിലപ്പോൾ അത് കൂടുതലായി കാണാനുണ്ട്, ചിലപ്പോൾ അത് കുറയും, ചിലപ്പോൾ തീരെയില്ല. ഓരോ ടൈമിലും ഓരോ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതും എല്ലാം കോമൺലി ഉണ്ടാവുന്നതാണ്. അതിനൊന്നും പ്രത്യേകിച്ച് മരുന്ന്, ഭയങ്കര തരിപ്പൊക്കെ ആണെങ്കിൽ മരുന്ന് കഴിക്കണം. ചെറിയ തരിപ്പൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തരിപ്പിൻ്റെ മരുന്നിനൊക്കെ ഭയങ്കര സൈഡ് എഫക്റ്റാണ്, ക്ഷീണമാണ്, ഉറക്കം കൂടുതലാണ് എന്നൊക്കെ പേഷ്യൻസ് പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്കൊന്നും മരുന്നുകൾ കഴിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ഒരുപാട് വലിയ ട്രീറ്റ്മെൻറ്റാണ് എടുത്തത്. അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ എല്ലാ ശരീരത്തിലുണ്ടാവും. അത് കാലക്രമേണ കുറയും. ചിലപ്പം പൂർണ്ണമായും മാറും, ചിലപ്പം മാറാതിരിക്കാം. അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. അസുഖം വന്ന് ഭേദമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. അതിൻ്റെ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അതൊന്നൊരു പ്രശ്നമേ ആക്കിയെടുക്കേണ്ട. ഓക്കെ ആവും എന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. പിന്നെ എന്താ പറയുക, ആരും വിഷമിക്കരുത്. കാരണം നമുക്ക് വിധിയൊന്നും തടയാൻ പറ്റില്ല. ഇങ്ങനൊരു തലയിലെഴുത്തുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു അസുഖം വന്നു. അപ്പോൾ ആ അസുഖം നമ്മൾ അതിൽ നിന്നും പൂർണ്ണ മുക്തനാകും എന്നുള്ള മനക്കരുത്തുണ്ടെങ്കിൽ ഒരസുഖത്തിനും നമ്മളെ തളർത്താൻ കഴിയില്ല. നമ്മളതിൽ മുക്തനാവുക തന്നെ ചെയ്യും. നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. അസുഖത്തിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. ട്രീറ്റ്മെൻറ്റും കൂടെ പ്രാർത്ഥനയും. ട്രീറ്റ്മെൻറ്റ്, പ്രാർത്ഥന, നമ്മുടെ മനക്കരുത്ത്, ഇത് +3 കൂടി ആയാൽ നമ്മൾ ഓക്കെ ആവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇനി അങ്ങനെ ഓക്കെ ആവാത്തവർ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് പറയുന്നത്. ഓക്കെ ആവും, ഞാൻ അങ്ങനെയാണ്. പിന്നെ ജോലിയൊക്കെ ചെയ്തവരുണ്ടാവും, അത് ചിലപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, ലോങ് ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിലൊന്നും വിഷമിക്കരുത്. ജോലിയൊക്കെ പിന്നെയും നമുക്ക് കിട്ടും. അതെല്ലാം ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യത്തിനും വിഷമിക്കരുത്. അസുഖം മാറട്ടെ, അപ്പം റെസ്റ്റ് എടുക്കണം. ആ ഒരു റെസ്റ്റിംഗ് ടൈമിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ബുദ്ധിമുട്ട് കുറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സർക്കാർ ജോലിയിൽ കയറാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിനുള്ളൊരു ടൈമായിട്ട് ഇതിനെ കണക്കാക്കാം. PSCക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങും കാര്യങ്ങളെടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാം. ഇനി വല്ല പഠിക്കുന്ന ആൾക്കാരും ആണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം. ഇനി മറ്റെന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സുകളും കാര്യങ്ങളും ഉണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്ത് പയ്യെ പഠിക്കാൻ ശ്രമിക്കുക.
ഇനി നന്നായിട്ട് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ ലൈബ്രറികൾ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനത്തെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നാൽ നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പഴയതിനെക്കാട്ടിലും നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ സപ്പോർട്ടും ഒത്തിരി വേണം. അത് നിർബന്ധമാണ്. പിന്നെ എന്താ, നമ്മളെ സ്വയം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തന്നെ നമ്മളെ അങ്ങ് തളർത്തി കളഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒന്നും സാധിക്കില്ല, ഞാൻ രോഗിയായി പോയി എന്നുള്ള ചിന്ത നമ്മൾ സ്വയം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് കരകയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ രോഗിയല്ല, എനിക്ക് രോഗം വന്നു എന്ന് ആക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഫലവത്താവുള്ളൂ. രോഗം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിന്നുള്ള നമ്മൾ മുക്തരാവും എന്നുള്ള കാര്യവും നമ്മൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ സ്വയം സ്നേഹിക്കുക, നമ്മളെ സ്വയം കെയർ ചെയ്യുക. ബാക്കിയുള്ളവരെ കെയർ ചെയ്യാൻ നമ്മൾ മിടുക്കന്മാരാണ്, പക്ഷെ നമ്മളെ സ്വയം കെയർ ചെയ്യാൻ നമുക്ക് കുറച്ച് മടിയുണ്ട്. ഇനി തൊട്ട് അങ്ങനെ ചെയ്താൽ പോരാ, നമ്മൾ നമ്മളെയും കൂടി ഒന്ന് കെയർ ചെയ്യുക. ബാക്കിയുള്ളവരെ നോക്കുകയാണെങ്കിലും നമുക്ക് ആരോഗ്യം വേണം, നമുക്ക് സന്തോഷം വേണം, നമുക്ക് സമാധാനം വേണം, ഒരു നല്ല അന്തരീക്ഷം വേണം. ഇതെല്ലാം നമുക്ക് സ്വന്തം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും അവരവരെ തന്നെ ഒന്ന് കെയർ ചെയ്യുക. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, എല്ലാം തരണം ചെയ്ത് നമ്മൾ പഴയ പോലെയാവും. ജോലിക്ക് കയറും, പഴയതിനേക്കാൾ ഹാപ്പിയായി ജീവിക്കും. ഇപ്പം നഷ്ടപ്പെട്ടത് പലതും തിരിച്ചു വരും. അതൊന്നും പെർമനൻ്റായി നഷ്ടപ്പെട്ട സാധനങ്ങളൊന്നുമല്ല. അതിൽ പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ, പിരികം, മുടി, കൈയിലെ രോമം, കാലിലെ രോമം, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ. അതെല്ലാം പഴയതിനേക്കാൾ ഉഷാറായിട്ട് തിരിച്ചു വരും. പിന്നെ അതൊന്നും ഒരു കാര്യമല്ല, അതിനൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട. ജോലി നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നമ്മൾ ഓക്കെ ആവും, പഴയപടി ജോലിക്കൊക്കെ കയറും. നല്ല നല്ല കാര്യങ്ങൾ നാളേക്ക് സ്വപ്നം കണ്ടിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ടെൻഷൻ അടിക്കാതിരിക്കുക. നല്ല ഉറക്കം, നല്ല ഫുഡ്, മനസ്സമാധാനത്തോടെയുള്ള ജീവിതം, അതാണ് ഇപ്പം നമുക്ക് വേണ്ടത്. വെറുതെ ഒരുപാട് എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാതിരിക്കുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നോക്കി ടെൻഷൻ ആവാതിരിക്കുക. അതിലൊക്കെ 10% മാത്രമേ ശരിയുള്ളൂ, ബാക്കി ഒന്നും ശരിയല്ല. ഒരുപാട് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓങ്കോളജിസ്റ്റുകളല്ലാത്ത കുറേ ഹോമിയോ ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും ഒക്കെ കുത്തിയിരുന്നുകൊണ്ട് ചുമ്മാ ക്യാൻസറിനെ പറ്റി ഏതാണ്ടൊക്കെ അടിച്ചു വിടുന്നുണ്ട്. അങ്ങനത്തെ എന്താ പറയുക, ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് ഒന്നും കാണാതിരിക്കുക. എന്താ പറയുക, അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ടെൻഷൻ ആക്കുമ്പോഴത്തെ കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്, അതൊന്നും കേൾക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഇതിൽ ഗൂഗിളിലൊക്കെ പലതും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതിൽ നമ്മൾ പലരും ചെയ്യുന്നൊരു പോലെ ലൈഫ് എക്സ്പെക്റ്റൻസിയൊക്കെ ചിലപ്പം എത്ര കാലം ക്യാൻസർ വന്നാൽ എത്ര കാലം ജീവിച്ചിരിക്കുന്നൊക്കെ ചിലപ്പം നമ്മൾ അടിച്ചു നോക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അതിലൊക്കെ ചിലപ്പം ഭയങ്കര എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. ഒരു ഗൂഗിളിനും ഒരു യൂട്യൂബിനും അല്ലെങ്കിൽ ഒരാൾക്കും നമ്മുടെ അസുഖത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആയുസിനെക്കുറിച്ചോ ഒന്നും പറയാൻ ആരുമല്ല. അതൊക്കെ പറയാനുള്ള ആൾ മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ നെഗറ്റീവായ കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാതിരിക്കുക. നല്ല പോസിറ്റീവായ കാര്യങ്ങൾ ഒരുപാട് ഫോണിലുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണുക, എന്നിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. നാളെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉടനീളം അങ്ങനെയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കുറച്ച് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവിച്ചിട്ടുമുണ്ട്. അവസാനം എൻ്റെ ഫോൺ വരെ വാങ്ങി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറ്റിയ പോലത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നെഗറ്റീവായുള്ള വീഡിയോസോ നെഗറ്റീവായുള്ള കാര്യങ്ങളോ കാണാതിരിക്കുക. നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണാൻ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പോസിറ്റീവായ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പോസിറ്റീവാകും. അപ്പോൾ നമുക്കും ഒരു എനർജി ആയിരിക്കും. അങ്ങനെ തന്നെ ശ്രമിക്കുക. ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ കഴിയും. ഞാൻ ഒരു 7-8 മാസം കൊണ്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു 3/4% കഴിഞ്ഞു. ഇനി ഒരു 5 ഇഞ്ചക്ഷനും കൂടി മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. പിന്നെ ഫോളോ അപ്പും ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ അതിൻ്റെ വഴിയേ പോകും. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ പോസിറ്റീവ് മൈൻഡോടെ മുന്നോട്ട് നീങ്ങുക. എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ഒരു 7-8 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ പഴയ പോലെ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറി. കുഞ്ഞു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ അപ്പുറം ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം പയ്യെ കുറഞ്ഞ് വരുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡാക്കാറില്ല. അപ്പോൾ അതെല്ലാം കീമോയിൽ വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ചുമ്മാ അതിനെ ചെകഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. സാവകാശം എല്ലാം മാറും, ചിലപ്പോൾ മാറാതിരുന്നേക്കാം. പക്ഷേ നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട. നമുക്ക് ചുറ്റിനും നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ അറിയായിട്ടാണ്.
അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നെഗറ്റീവ് ചിന്തകളെ എല്ലാം ഒഴിവാക്കുക. അപ്പം ബൈ.